അനുദിന കത്തോലിക്ക പ്രാർത്ഥനകൾക്കായി ഒരു മൊബൈൽ ആപ്പ് സാൻഡോ കാത്തലിക് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ഇർനേമുസ് മെത്രാൻ രക്തസാക്ഷി എന്ന വലിയ വിശുദ്ധന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. മെത്രാനായിരിക്കെ കർത്താവിൻ്റെ ദിവ്യവചനങ്ങളിലൂടെയുള്ള ഒരു ജീവിതവും അതുപോലെ തന്നെ അതിന് സാക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമർപ്പണ ജീവിതമാണ് വിശുദ്ധ ഇർനേമുസ് മെത്രാൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ വലിയ വിശുദ്ധ തിരുനാൾ ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്കും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ജീവിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറ്റണം. അപ്പം അതിനുവേണ്ടിയുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈശോയുടെ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ബലഹീനരാണ്, നമ്മൾ കഴിവിൽ കൃപകൾ നഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ കൃപയിൽ ജീവിക്കാതെ ചില സമയങ്ങളിലൊക്കെ പോകുന്നവരാണ്. അപ്പോൾ കൃപയിൽ ജീവിക്കുവാനും കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയ നിറവിലായിരിക്കുവാനുമായിട്ട് നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചാലേ നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ അനുഗ്രഹം തേടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ ബലിയർപ്പണം. ആ ബലിയർപ്പണത്തിൽ നമുക്ക് മുഴുവനായിട്ട് നമ്മളതിനെ സമർപ്പിക്കാം. ഈശോ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ എന്ന് നമുക്ക് തമ്പുരാനോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിനെ ബലിയർപ്പിക്കുവാനായിട്ട് നമ്മൾ ആരും യോഗ്യതയുള്ളവരല്ല, നമ്മളെ യോഗ്യരാക്കേണ്ട ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ സർവ്വപാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സപിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സർവ്വ ആവശ്യങ്ങളും ബലിപീഠത്തിൽ സമർപ്പിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാലും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും നമ്മളേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ തനിയോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വാസത്യങ്ങളും സമാധാനവും സന്തോഷത്തോടെ ഉറപ്പിക്കുന്നതിനായി മെത്രാനായ വിശുദ്ധ ഇർനേമുസിനെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത വിശ്വാസത്തിലും സ്നേഹത്തിലും സമീകൃതരായി ഐക്യവും സഹവർത്തിത്വവും എന്നും പരിപോഷിപ്പിക്കുന്നതിൽ ഉത്സവരാകാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.
ഒന്നാം വായന. യൂദ നാടുകടത്തപ്പെട്ടു. സെദക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധമേർപ്പെടുത്തി. സെദക്കിയായുടെ 11-ാം ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ടു കിടന്നു. 4-ാം മാസം 9-ാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ജനത്തിന് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. കൽദായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയ ഉദ്യാനത്തിനടുത്തുള്ള 2 ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു. അരാബായെ ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറീക്കോ സമതലത്തിൽ വെച്ച് മറികടന്നു. അപ്പോൾ അവന്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായർ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്തു കൊണ്ടുവന്നു. അവൻ സെദക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവന്റെ കൺമുൻപിൽ വെച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിനു ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ 19-ാം ഭരണവർഷം 5-ാം മാസം 7-ാം ദിവസം അവന്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസരദാൻ ജെറുസലേമിൽ വന്നു. അവിടെ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. മാളികകൾ കത്തിച്ചാമ്പലായി. അവനോടുകൂടെ ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു. നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബുസരദാൻ തന്നോട് കൂടെ കൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ ഉഴവുകാരായും മുന്തിരിത്തോട്ട പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിന്റെ ഗാനം ആലപിക്കും? ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എന്റെ വലതുകൈ എന്നെ മറക്കട്ടെ. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ എന്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. അലലൂയ, അലലൂയ. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. അലലൂയ. സർവശുദ്ധനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷതായി പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയങ്ങളെ സംസിദ്ധമാക്കിയരണമേ. കർത്താവ് നിങ്ങളോടുകൂടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8 വാക്യങ്ങൾ 1 മുതൽ 4 വരെ. അക്കാലത്ത് യേശു മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവൻ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. പോയി നിന്നത്തിന്റെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ.
സ്നേഹപൂർവം നൽകുന്നു നാദ, സർവതും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാദ, സർവതും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സഹോദരങ്ങളെ, നിങ്ങളുടെയും വിലയും സർവ്വശക്തന്റെ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ദിവസം മുഴുവൻ നന്മയ്ക്കും അംഗീകാരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ജനനത്തിൽ സാനന്ദം അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലി അങ്ങേക്ക് മഹത്വം നൽകുകയും സത്യത്തോടുള്ള സ്നേഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അങ്ങനെ സഭയുടെ അഭംഗമായ വിശ്വാസവും സുദൃഢമായ ഐക്യവും ഞങ്ങൾ കാത്തുപാലിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വശക്തനുമായ ദൈവം, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷി വിശുദ്ധ ഇർനേവൂസ് ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നത് വഴി ഞങ്ങളെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലനായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ സാത്വികന്മാരുടെ കൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ അഗസ്ത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നോറ്റി കൊടുക്കപ്പെട്ട സമനസാല പിടകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് എറിഞ്ഞത് പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു അളിച്ച്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് എറിഞ്ഞത് പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു അളിച്ചത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവാൻ. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിതപ്പെടാനിരിക്കുന്ന രഥത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കാം. സമാധാനങ്ങളെ ഓർക്കാം, സന്തോഷങ്ങളെ ഓർക്കാം. അപകടങ്ങൾ നമ്മളെ രക്ഷിക്കുന്നതിനെ ഓർത്ത്, രോഗങ്ങൾ നമ്മളെ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയട്ടെ. അതോടൊപ്പം തന്നെ വിഷമിക്കുന്ന എല്ലാവരെയും, പീഡകളിലൂടെ, വിഷമങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കളെ, അതുപോലെ തന്നെ വേദനിക്കുന്ന എല്ലാ യുവാക്കളെയും യുവതികളെയും, വിഷമിക്കുന്ന കുഞ്ഞുമക്കളെ ഒക്കെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെ നമുക്ക് ഈ കുർബാന നൽകി അനുഗ്രഹിക്കുന്ന ജോഫിനെയും എബിനെയും ജിക്സനെയും ഗ്ലെന്നിനെയും ക്രിസ്റ്റിയെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശരീരങ്ങളെ, മനസ്സുകളെ, അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥകളെ ഒക്കെ ദൈവം നിൻ്റെ കൃപയാലും നിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലാലും അനുഗ്രഹിക്കണമേ എന്ന് അവർ നടത്തുന്ന ഈ സംരംഭം മനോഹരമായിട്ട് മുന്നോട്ട് പോകുവാൻ ഒത്തിരിയേറെ പണച്ചിലവുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതെല്ലാം സാമ്പത്തികമായിട്ടുള്ള യാതൊരു ക്ലേശങ്ങളും കൂടാതെ അതെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈശോയെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം.
അങ്ങേ കർത്താവ് എടുത്ത് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിനെ ശരീരത്തിലെത്തത്തിലും അങ്ങ് ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമൊന്നും വ്യവസ്ഥ കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളെ മിത്രാന്മാരോടും വലിയ കിടത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ തിരകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ദൈവമാതാവ് സരിയാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട പിതാവിനോടും നിഗ്രഹരായ പൂസലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോടെ മൊത്തത്തിൽ ജീവൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു ഞാൻ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായ ദിവോദേശരബോൽകൃതരായ നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്നത് ഞങ്ങളിൽ സമാധാനം കനിമാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകിയ തരുന്ന അങ്ങേ പൂസലം അളിച്ചത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം സഭയുടെ വിശ്വാസങ്ങൾ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങീ പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ സമ്മിശ്രണം അവ സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ അങ്ങേ ശരീരത്തിലെ സ്വീകരണം എനിക്ക് വിധിക്കും ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിൽ അങ്ങ് മനസ്സിന് ശരീരത്തിന് സംരക്ഷണം സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുദ്ധന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് ചെയ്യുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് മെത്രാനായ സ്വർണം വരെ കാത്തുസൂക്ഷിച്ച വിശ്വാസം അദ്ദേഹത്തിന് മഹത്വം നൽകിയല്ലോ. ഈ വിശ്വാസത്തിന്റെ വർധനയും ദിവരഹസ്യങ്ങൾ വഴി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിശ്വാസ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ഞങ്ങളെയും അത് നീതിവൽക്കരിക്കുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ദൈവം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവ് നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൽ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യനാഥേ, പരിശുദ്ധമറിയമേ, പിതാവേ, സോസ്യാനോസേ, സകലശ്രേഷ്ഠയായ സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ.